ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവിയൽ പ്ലാനറ്റ്. ഞാൻ വിപിൻ. വീട്ടിൽ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതിന് വരുന്ന ചിലവ്. നമ്മൾ ചെടികൾ വാങ്ങിക്കുന്ന അത്ര തന്നെ കുറച്ച് പൈസ നമ്മൾ മുടക്കേണ്ടി വരും നല്ല ചട്ടികൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ ചട്ടികൾ മേടിച്ചാൽ തന്നെ അത് നമ്മൾ ആഗ്രഹിക്കുന്ന വലുപ്പത്തിലോ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വളരെ ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ടിരുന്ന ചട്ടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ചട്ടി ഉണ്ടല്ലോ, ഏകദേശം ഒരു 90 രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ ഒരു ചട്ടിക്ക്. ഇതിനൊരു 70 രൂപയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി നമ്മൾ ചട്ടി മേടിക്കുക എന്നുള്ള ആലോചിക്കുമ്പോൾ തന്നെ പല ആളുകൾ എന്ത് ചെയ്യും, ചെടികൾ മേടിക്കാൻ തന്നെ മടിക്കാറുണ്ട്. നമ്മളിതുപോലെ തന്നെ ആയിരുന്നു ചെടികൾ മേടിക്കാൻ ഈ ഒരു കാരണം കൊണ്ട് മടിച്ചെന്തായിരുന്നു. അപ്പോഴാണ് പിന്നെ നമുക്ക് വീട്ടിൽ ഉള്ള ചെടികൾക്ക് അത് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചട്ടികൾ ഉണ്ടാക്കിയാൽ എങ്ങനെയാവുമെന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ടേ ചട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് 2 വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ചെടികൾ ഏകദേശം ചെടികളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചട്ടികളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 150 രൂപ ചിലവിൽ 15ഓളം ചട്ടികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടികൾ എങ്ങനെ ഉണ്ടാക്കിയതിനെ കുറിച്ച് നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛാ, നമുക്കിപ്പോൾ കുറച്ച് ചട്ടി ഉണ്ടാക്കാമോ? നമ്മൾ ഒരു വർഷം മുമ്പ് ആണ് 3 ചട്ടികൾ ആയിട്ട് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതെന്താ വെച്ചാൽ ഉദ്ദേശിച്ച റിസൾട്ടൊന്നും നമുക്കന്ന് കിട്ടിയില്ല. കാരണം ഒന്നാമത്തെ കാരണം സിമെൻറ്റിൻ്റെ അനുപാതം 1:1 എന്നുള്ള സിമെൻറ്റ്, അതിനുള്ള മണലും, ഒരു മണലിന് ഒരു സിമെൻറ്റ്. 3 ചട്ടിക്ക് ഏകദേശം 5-6 കിലോ സിമെൻറ്റ് ചിലവാക്കേണ്ടി വന്നു. കണക്ക് കൂട്ടുമ്പോൾ അത് നഷ്ടമായിരുന്നു. മാത്രമല്ല അതിൻ്റെ കനവും ഭയങ്കര കൂടിപ്പോയി. ശരിക്കും ലക്ഷണമൊത്തൊരു ചട്ടിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. എടുക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വലിയൊരു മിസ്റ്റേക്ക് വന്നത്, ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് പിറ്റേന്ന് തന്നെ ആവേശം മൂത്തിട്ട് ചട്ടി ഉയർത്തി. മുകളിൽ നിന്നും എൻ്റെ കയ്യിൽ വക്കും താഴത്തെ ഭാഗം കൂടെ നിലത്തിരുന്നു. എന്തായാലും നമ്മളത് അവിടെ വെച്ച് തന്നെ ശരിക്കും ഗ്രൗട്ടൊക്കെ ഇട്ട് അത് റീസെറ്റ് ചെയ്തു, സെറ്റാക്കി. 2 ചട്ടി സെറ്റാക്കി, 1 നല്ല വൃത്തിയായിട്ട് കിട്ടി. എന്തെങ്കിലും നമ്മളെ ശ്രമം ഉപേക്ഷിച്ചില്ല. പതുക്കെ ഓരോന്നും ഉണ്ടാക്കിയതാ ഇപ്പം നമ്മളുണ്ടോ കണ്ടില്ലേ, വളരെ ലാഭകരമായ രീതിയിലും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഏത് ഡിസൈനിൽ വേണമെങ്കിൽ നമ്മളിവിടെ ചട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷമായിട്ട് നമ്മളിവിടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള ഒരു ചട്ടിയും വാങ്ങുന്നില്ല. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. സമയം പോലെ നമ്മൾ ഉണ്ടാക്കും. ചെറിയ ചിലവ്, വളരെ ലളിതമായ രീതി, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് തുണി ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്, മോൾഡ് ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്, പിന്നെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട്. പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടാനുസരണം നമ്മൾ കളർ കൊടുക്കുന്നു. അപ്പം നമ്മൾ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യും. അതാ ഈ ചട്ടി കണ്ടില്ലേ, ഇതേപോലെ അകവും പുറവും മനോഹരമായ ഒരു ചട്ടി എങ്ങനെയാണെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇൻഡോറിലൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കാണുമ്പോൾ വളരെ രസകരമായിരിക്കും ഇതിൻ്റെ അകത്തും പുറത്തുമുള്ള ഡിസൈൻസ്. ഇതേപോലെയുള്ള ചട്ടി എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് വളരെ വേഗം ഒന്ന് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോൾഡ് ഉപയോഗിച്ച് ചട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ചട്ടിയുടെ പുറത്തെ മോൾഡ്. ഇത് ശരിക്കും ഒരു ഹാങ്ങിങ് പോട്ടാണ്. കുറേ മുമ്പ് നമ്മൾ ഹാങ്ങിങ് പോട്ടായിട്ട് ഉപയോഗിച്ചതാണ്. ഇതിന് നമുക്ക് ഓയിൽ വേണം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ എൻജിൻ ഓയിലാണ്. ഏത് ഓയിലും നമുക്ക് ഉപയോഗിക്കാം, കുക്കിംഗ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും. ഇനി പുറത്തെ മോൾഡിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ നന്നായി ഓയിൽ പുരട്ടി വെക്കണം. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. അകവശത്തെ മോൾഡായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ തന്നെ മറ്റൊരു ഡിസൈനിലുള്ള ഹാങ്ങിങ് പോട്ടാണ്. ചട്ടിയുടെ ഉൾവശത്ത് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു മോൾഡ് തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ പുറം ഭാഗത്തും ഓയിൽ നല്ലോണം പുരട്ടേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, പുറത്തേക്കുള്ള മോൾഡിൻ്റെ ഉൾഭാഗത്തും അകത്ത് ഉപയോഗിക്കുന്ന മോൾഡിൻ്റെ പുറം ഭാഗത്തുമാണ് ഓയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. കുറച്ച് സിമെൻറ്റിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ഓയിൽ തേച്ച് വെച്ച പുറത്തെ മോൾഡിൽ ഒഴിച്ച് എല്ലായിടത്തും ഇതുപോലെ
നല്ലവണ്ണം പുരട്ടിയെടുക്കുക. അതിനുശേഷം അല്പം സിമൻറ്റ് പൊടി ഈ മോൾഡിനുള്ളിൽ നമ്മൾ ചുറ്റിയെടുത്ത സിമൻറ്റ് ഉള്ള മോൾഡിനുള്ളിൽ തൂവി കൊടുക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ മോൾഡ് റെഡിയായി. ഇനി സിമൻറ്റും മണലും മിക്സ് ചെയ്യാം. 3:1 എന്ന അനുപാതത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 6 കരണ്ടി മണലും 2 കരണ്ടി സിമൻറ്റും എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യുക. തികയില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഒരു 3 കരണ്ടി മണലും 1 കരണ്ടി സിമൻറ്റും അധികം ചേർത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 രീതിയിൽ മിശ്രിതം ഫില്ല് ചെയ്യാം. പുറത്തെ മോൾഡിനുള്ളിൽ അല്പം മിക്സ് ഇട്ടതിന് ശേഷം അകത്തെ മോൾഡ് ഇറക്കി വെച്ച് ഇതിൻ്റെ വശങ്ങളിൽ കൂടി നമുക്കിത് ഫില്ല് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതിനുവേണ്ടി പുറത്തെ മോൾഡിൻ്റെ 1/4 ഭാഗത്തോളം ഈ മിശ്രിതം നമ്മൾ ഒഴിക്കുകയാണ്. എന്നിട്ട് അകത്തെ മോൾഡ് നമ്മളിതിൽ നല്ലവണ്ണം അടിയിലേക്ക് ഇറക്കി വെക്കുന്നു. ഇത് നമ്മൾ ഇൻഡോറിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി ആയതുകൊണ്ട് ഹോളൊന്നും ഇടുന്നില്ല. ഹോൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈപ്പിൻ്റെ കഷണം ഉള്ളിൽ ഇറക്കിയ ശേഷം നേരെ വെച്ചതിന് ശേഷം അകത്തെ മോൾഡ് അതിന് മുകളിൽ വെച്ച് ചെയ്താൽ മതി. ഈ മോൾഡ് ഇതുപോലെ താഴ്ന്നിരിക്കണം. അതിനുവേണ്ടി അകത്ത് എന്തെങ്കിലും ഭാരം നമ്മൾ നിറയ്ക്കണം. മണൽ നിറയ്ക്കുകയാണ് നല്ലത്. അതാവുമ്പോൾ മോൾഡിനുള്ളിൽ എല്ലാ ഭാഗത്തും ഭാരം ഒരുപോലെ ഇരിക്കുകയും നമ്മുടെ ചട്ടി വശങ്ങളിലേക്ക് ചരിയാതെ നേരെ തന്നെ ഇരിക്കുകയും ചെയ്യും. നിറയാൻ ബാക്കിയുണ്ടെങ്കിൽ സ്പൂണോ മറ്റോ എടുത്ത് അരികിലൂടെ മിശ്രിതം നിറച്ച് ലെവലാക്കിയെടുക്കാം. ഇത് സെറ്റാവാൻ വെക്കുകയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെടുക്കുക. ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചട്ടി എടുത്ത് നോക്കാം. അഥവാ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ കമഴ്ത്തി വെച്ച ശേഷം തിളപ്പിച്ച വെള്ളം മുകളിൽ ഒഴിച്ചു കൊടുത്താൽ ചട്ടി വിട്ടുപോരും. എന്തെങ്കിലും ചെറിയ വിടവുകൾ മറ്റുമുണ്ടെങ്കിൽ സിമൻറ്റ് നല്ല കുഴമ്പ് രൂപത്തിലാക്കി ബ്രഷ് കൊണ്ട് അത് തേച്ച് വൃത്തിയാക്കിയെടുക്കാം. ശരിക്കും സെറ്റാവുന്നതിന് വേണ്ടി 4 ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെക്കണം ചട്ടിയിൽ. 4 ദിവസം കഴിഞ്ഞ് വെള്ളം കളഞ്ഞ് ചട്ടി നന്നായി ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. നമ്മൾ മുമ്പിട്ട വീഡിയോയിൽ ചട്ടിയിലടിച്ച പെയിൻറ് ഏതാണെന്ന് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീടിനടിച്ചിട്ടുള്ള ആൻറ്റി ഫംഗൽ എക്സ്റ്റീരിയർ എമൽഷനാണ്. ഇത് ഇനാമൽ പെയിൻ്റാണ്. ഇത് വാട്ടർ ബേസ്ഡ് മെറ്റാലിക് ഗ്രേ ആണ്. ഇതിൽ നമ്മൾ വയലറ്റ് സ്റ്റെയിനർ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഡാർക്കാക്കി എടുത്തതാണ്.
12 കിലോ സിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു 150 രൂപ ചിലവാക്കിയപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള 17 ചട്ടികൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരല്പം സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെയുള്ള ചട്ടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ചട്ടകളില്ലാത്തതിൻ്റെ പേരിൽ ആരും ചെടികൾ നടാതിരിക്കണ്ട. വീട്ടിൽ പാഴ്വസ്തുക്കളായ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ മനോഹരമായ പോട്ടുകൾ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലും അത്തരത്തിൽ ഒരുപാട് പോട്ടുകൾ നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോകളായിട്ട് ഉടനെ കാണാം. ബൈ.